എവ്രിവൺ, നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർ ദാറ്റ് ബേസിക്കലി നമ്മൾ സർക്കിൾസ് ആൻഡ് കുറച്ച് ഷേപ്പ്ലെസ് ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത പല മെത്തേഡ്സും തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വെരി ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഈ ഗ്രീൻ ഷെയ്ഡ് ഞാൻ കൊണ്ടുവരുന്നത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി ഒക്കെ എഴുതുന്ന പോലത്തെ ഷേപ്സാണ്. ഈ ഷേപ്സ് കൊടുക്കുമ്പോൾ ഇതേ ഷേപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നില്ല. യു ക്യാൻ ഫോളോ ഏകദേശം ഈ ഷേപ്പ് വന്നാൽ മതി, കാരണം ഇതെല്ലാം ഫ്രീ ഫ്ലോ ഷേപ്സാണ്. സോ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഞാൻ വരുന്ന അളവുകൾ കറക്റ്റായിരിക്കണം. മെഷർമെൻറ്റ്സ്, അതായത് ഇത്ര വലിപ്പം, ഇത്ര ഗ്യാപ്പ്, ഇതെല്ലാം കറക്റ്റായിരിക്കണം. പക്ഷെ ഷേപ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറിയതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇത്തിരി ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുന്ന പോലത്തെ ഒരു ഷേപ്പ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് വൺ കുറച്ച്, അതായത് ഇതിൻ്റെ ഗ്രീൻ ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരിക. ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് താഴത്തേക്കായിട്ട്, എക്സാക്റ്റ് അല്ല, കുറച്ച് താഴത്തേക്കാക്കിയിട്ട് ഇതിങ്ങനെ ഒരു പീനട്ടിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ അതിൽ കളർ എനിക്ക് ഇത്തിരി കുറവാണ്, സോ ഐ എം യൂസിങ് ആ കളർ പെൻസിൽ ദിസ് ടൈം. അപ്പോൾ കുറച്ചും കൂടെ നന്നായി ഫില്ലായി കിട്ടും. ഇതേ ഷെയ്ഡ് എൻ്റെ ഇതിലെ ഇങ്ക് പെട്ടെന്ന് തീർന്നു. സോ ഐ എം ഗോയിങ് ഫോർ എ യെല്ലോ ഇൻ എ പീനട്ട് ഷെയ്ഡ്. ഇതുവരെ ബോഹോന് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഗോണ ബി എ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്, ഫീലിങ്സ് കൊടുക്കാൻ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഫില്ലിങ് ഉണ്ടായ യെല്ലോ ബ്രഷ് പെണ്ണിൻ്റെ അത്ര ഈസി അല്ലെങ്കിലും ദിസ് ഇസ് ഫൺ. കണ്ടോ? അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയാണ് ഈ മുകൾ ഭാഗം വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ ചൂസ് റെഡ് കളർ. ഇത് കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ ഒരു പീനട്ടിൻ്റെ ഷേപ്പ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ആൻഡ് ഐ ആം ഗോണ ഫിൽ ദിസ് അപ്പ്. ഫില്ലിങ്ങിന് യു ക്യാൻ യൂസ് ബോഹോ ആയതുകൊണ്ട് തന്നെ യു ക്യാൻ യൂസ് എനി കളർ. ബട്ട് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ടു യൂസ് സ്കെച്ച് പെൻ. അത്ര ഞാൻ ബോർഡേഴ്സ് കൊടുക്കാനൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. യു ക്യാൻ ഗോ ഫോർ വാട്ടർ കളേഴ്സ്, യു ക്യാൻ ഗോ ഫോർ കളർ പെൻസിൽസ്, ബ്രഷ് പെൻസ്, ദാറ്റ്സ് ഫൈൻ. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോമ്പസിൻ്റെ ഒരു ചെറിയ ഒരു പാർട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആൻഡ് അതിൻ്റെ തന്നെ കുറച്ച് ഇപ്പുറത്ത് എഗെയിൻ ഒരു സർക്കിൾ വരയ്ക്കണം, 2 സർക്കിൾസ്. രണ്ട് സർക്കിൾ വരച്ചു. ആൻഡ് നെക്സ്റ്റ് അഗൈൻ ഐ എം ഗോയിങ് ഫോർ എ ലൈറ്റ് ഷെയ്ഡ് ഓഫ് യെല്ലോ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതിനെക്കാട്ടും കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഈ ഒരു അറ്റത്ത് ഞാൻ എന്തിങ്ങനെ ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഞാൻ അവിടെ ഒരു സിക്സാക്കായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ഒരു പുഴയൊക്കെ പോലെ, ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ, അങ്ങനത്തെ പല ഇത് വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് ഇതിലും ഞാൻ റെഡാണ് കൊടുക്കുന്നത്. സോ ബിഫോർ ഐ എം ഗിവിങ് ദ റെഡ് വിത്ത് കളർ പെൻസിൽ, അല്ല ഇത് വെച്ചിട്ട് തന്നെ ഞാൻ കൊടുക്കാനാണ്. കണ്ടോ?
My ink is almost running out ഇതിനകത്ത്. So maximum utilizing my colors. പക്ഷെ മെസ്സി ആയിട്ടുണ്ട് ഈ ഒരു കളർ. ഇറ്റ്സ് ഓക്കെ. ഞാൻ അതിനൊന്ന് പെൻസിൽ വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇല്ല, വൈറ്റ് പോർഷൻസ് വരുന്നതൊക്കെ ഞാനൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. സോ ദാറ്റ് ഇസ് ഡൺ. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഈ ഒരു പാർട്ടിലാണ്. ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് ബ്രൗൺ കളർ. സോ മൈ ബ്രൗൺ, ആ ബ്രൗൺ ആണ്. ഇതൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല ബ്രൗൺ കളേഴ്സൊക്കെ, അപ്പം അതുകൊണ്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ വിചാരിച്ചാലും കുറച്ച് ഡാർക്കായി പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, കണ്ടോ, ബ്രൗണുമായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ, ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ പ്രിൻ്റ് വരുന്നത്. ഓക്കെ, നൗ ദാറ്റ് വി ആർ ഡൺ വിത്ത് ബാക്ക്ഗ്രൗണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മോട്ടിഫ് വരച്ചു കൊടുക്കണം. അത് ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഞാൻ ഇങ്ങനെ താഴോട്ടൊരു ലീഫ് കൊണ്ടുവന്നു, എന്നിട്ട് ഇങ്ങനൊരു ലീഫ്. ഇനി ഇതൊക്കെ കുറച്ച് നീളൻ ലീഫുകളാണ്, അതായത് നല്ല നീളത്തിൽ കൊണ്ടുവരിക, ആ നീളത്തിൽ നിന്ന് തന്നെ അടുത്ത പോയിന്റിൽ നിന്ന് കൊണ്ടുപോവുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലീഫ് കുറച്ച് തിന്നാണ്, ടുവേർഡ്സ് ഏറ്റവും മുകളിലേക്ക് ഷാർപ്പായിട്ട് കൊണ്ടുവരും. ആൻഡ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിൻറ്റ് ഒരേ പോയിൻ്റാണ്, അത് ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഓൾറൈറ്റ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലീഫ്, ആ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലീഫ് ഈ ഗ്രീനിൻ്റെ ഇവിടെ കൂടെ വരും. വന്നിട്ട് ഒരു നമ്മൾ മറ്റേ പെറ്റൽ വരയ്ക്കുന്ന പോലെ നമ്മുടെ ഫ്ലവറിൻ്റെ ബഡ്സൊക്കെ ഇല്ലേ, അതൊക്കെ വരയ്ക്കുന്ന പോലെ. ഇനി അത് കഴിഞ്ഞാൽ 1 2 3 4 അങ്ങനെ 4 ലൈന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. 1 2 3 4. ഇനി ഈ ഓരോന്നിനും നമ്മൾ ഹാർട്ട് വരയ്ക്കുന്നതിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് ഷേപ്പ്, എന്നിട്ട് ടുവേർഡ്സ് എൻഡ് ഒന്ന് നല്ല ഷാർപ്പാക്കി കൊണ്ടുവന്നാൽ മതി. നമ്മൾ ഹാർട്ട് ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് ഇപ്പുറത്തുനിന്ന് വീണ്ടും ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ അത് കൊണ്ടുവരാതെ, ഇപ്പുറത്തോട്ടൊരു ചാട്ടം കൊണ്ടുവരാതെ അങ്ങനെ സർക്കിളായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ലീഫ്. ഈ മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഈ ഒരു കോർണറിലാണ്. ഈ ഒരു കോർണറിൽ നമ്മൾ ലീഫ് വരയ്ക്കുന്നത് സിമ്പിളായിട്ട് കൊണ്ടുവന്നു. ഇവിടെ നിന്ന് 2 പെറ്റൽ വന്നു. ഈ പെറ്റലിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് 2, ഇവിടെ നിന്ന് 2. സെയിം തന്നെ ഇവിടെ ഇവിടെ 3 വരുള്ളൂ. 1 2 കൊടുക്കുക, 1 2 ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു പൂവാണോ. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവർ ആൻഡ് ഒരു ബഡ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചെറുത് കൊടുക്കാം. ഇവിടെ കൊടുത്തു. അങ്ങനെ ഒരു 4 മൊട്ടുകൾ അവിടെ ഇവിടെയായിട്ട്, മൊട്ട് ഇൻ ദ സെൻസ് ബഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ഈ ഒരു പോയിന്റിലാണ് കൊടുക്കാനുള്ളത്. ഇനി അവിടെ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ക്രോസ് ആയിട്ട് സ്ട്രെയിറ്റ് ഈ റെഡ് വരെ വരും. ഈ റെഡ് വരെ വന്നിട്ട് അവിടെ ഈ വരച്ചില്ലേ അതേപോലത്തെ വരും. 1 2 3 ആൻഡ് 4. വെറും ടോട്ടൽ 5 പെറ്റൽസാണ്. 5ാമത്തേത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിലത്തത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 4 എണ്ണം ഈ റെഡിൻ്റെ മുകളിലൂടെയൊക്കെ പോയി ബ്രൗണിൻ്റെ മുകളിൽ ചെറിയൊരു പോർഷനേ വരുന്നുള്ളൂ. ഓൾറൈറ്റ്. അപ്പം ഇതാണ് ഔട്ട്ലൈൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വി ഗോണ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് പോർഷൻ.
ഈ ഒരു പോർഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്നാണ് ഇങ്ങനെ പയ്യെ പയ്യെ ചെറിയ ചെറിയ പെറ്റൽസ് വേണം. ഓക്കെ, ജസ്റ്റ് എ നോട്ട്, ഞാൻ ആദ്യമായിട്ടാണ് പെൻസിൽ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ജെൽ പെൻ അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കാൻ ഭയങ്കര പാടാണ്. സോ നമുക്ക് ഇനി പെൻസിൽ യൂസ് ചെയ്യണ്ട. ഇങ്ങനെ പയ്യെ പയ്യെ ചെറിയ ചെറിയ ലൈൻസ് ഉള്ളിൽ ഇട്ട് കൊടുത്തു, കണ്ടില്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് വേണം എല്ലാ ലൈൻസും പോവാൻ. കണ്ടോ? ഇപ്പുറത്ത് നമ്മൾ കളർ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ജെൽ പെൻസ്. പക്ഷേ പെൻസിൽ ഉള്ളവിടെ മാത്രമാണ് ഒരു റെസ്ട്രിക്ഷൻ വരുന്നത്. സോ വി നീഡ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പ്രിൻ്റ് കൊടുത്തു, മൾട്ടിപ്പിളായിട്ട് നല്ല ലൈൻസ് വരുന്ന പ്രിൻ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് അധികം കൊടുക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രിൻ്റ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ സ്കെച്ച് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ ഇസ്, നമ്മളിതുപോലെ ഉള്ളിലത്തെ മോട്ടിഫുകളുടെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കെച്ച് തന്നെ വേണം. അപ്പോൾ അതും ഇതും സ്കെച്ചും കൂടെ ആകുമ്പോൾ ഭയങ്കര സ്പ്രെഡാകാനും ആ കളർ ശരിക്കും വരാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എല്ലാം കൂടെ ഒരു ഭയങ്കര മെസ്സി ഫീല് വരും. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്, എല്ലാ ഹോളത്തിലും. നമുക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പോകുന്നത് ഇതിലേക്കാണ്, ഈ ഒരു പാർട്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം നമ്മൾ നന്നായി ഫില്ല് ചെയ്യാം. ഇത് വർക്കാവും എന്ന് എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് filling using a pencil കേട്ടോ. നമുക്ക് 4 കഴിഞ്ഞു. ഇനി 2 പെറ്റൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത് വേറൊരു കളറിൻ്റെ മുകളിലാവുന്നതുകൊണ്ടാണ് മറ്റുള്ള സൈഡുകളിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നത്. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് കൊടുത്താൽ മതി. ഇത്രയും ഉണ്ടാകും. നമ്മളിവിടെ ഒരു സ്കെച്ച് വെച്ച് കൊടുത്തു, ഇവിടെ പെൻസിൽ കൊണ്ട് കൊടുത്തു, ഇവിടെ ഫില്ലിങ് കൊടുത്തു. ആൻഡ് ഇനി ദിസ് പാർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് കളർ തന്നെ കൊടുക്കണം. സോ ഞാനിവിടെ കൊടുക്കുകയാണ്. പെൻസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡർ കൊടുത്തു. ഇതും നമ്മൾ ഫുൾ ബ്ലാക്ക് തന്നെ കൊടുക്കുക. ഈ ഒരു പെറ്റിൽ ബ്ലാക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ്
ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു വേറെ കളറിൻ്റെ അടിയിലായതുകൊണ്ട് കുറച്ച് ലൈറ്ററായിട്ട് തോന്നും, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഈ നെക്സ്റ്റ് ഇവിടെയാണ്. ഫൈനൽ വരുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാം ഒരു കളർ തീമിലൊക്കെ ചെയ്തതിന് നമ്മൾ കുറച്ച് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു കളർ തീമിൽ നിന്ന് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ബാക്കിയെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഫോർമാറ്റിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ആർ കംപ്ലീറ്റ് ബോഹോ പെയിൻറ്റിങ്. യു വിൽ ട്രൈ ഡൂയിങ് ഇറ്റ്.